കായിക രംഗത്ത് പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ഇന്ത്യൻ ടീം പാരീസ് ഒളിമ്പിക്സിൽ കാൽ വെച്ചിരിക്കുകയാണ്. ഒരുമയുടെയും കായിക വീര്യത്തിന്റെയും സന്ദേശം പകർന്ന് 33ാം കായിക മഹോത്സവമാണ് നാളെ കൊടികയറാൻ പോകുന്നത്. 2020-ൽ 124 അത്ലറ്റുകളാണ് ഇന്ത്യൻ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയുടെ ചരിത്രപരമായ സ്വർണ്ണ മെഡൽ ഇന്ത്യൻ ജനത ഇതുവരെ മറന്നിട്ടില്ല. ഈ വർഷവും മെഡലുകളുടെ എണ്ണം കൂടുമെന്നതിൽ സംശയവുമില്ല. പാരീസ് 2024 ഒളിമ്പിക്സിൽ 16 കായിക ഇനങ്ങളിലായി 117 അത്ലറ്റുകളാണ് ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്നത്. അതിൽ 70 പുരുഷന്മാരും 47 സ്ത്രീകളും ഉൾപ്പെടുന്നു. 95 മെഡലുകൾക്കായി 69 ഇനങ്ങളിലായി മത്സരിക്കും. 44 വയസ്സുള്ള ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണയാണ് 2024 പാരീസിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കായിക താരം. 14 വയസ്സുള്ള നീന്തൽ താരം ദിനിധി ദേശങ്കു ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി. 2022 ISSF ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആദ്യ പാരീസ് 2024 ക്വാർട്ടയിൽ ട്രാപ്പ് ഷൂട്ടർ ബൗനിഷ് മെന്തിരിട്ട വിജയിച്ചെങ്കിലും ദേശീയ ട്രയലുകൾക്ക് ശേഷം അന്തിമ ടീമിൽ ഇടം നേടാനായില്ല. പകരം പുരുഷന്മാരുടെ ട്രാപ്പ് ഇനത്തിൽ പൃഥ്വിരാജിന് അവസരം ലഭിച്ചു. ഷൂട്ടിംഗ്, ഗുസ്തി തുടങ്ങിയ കായിക ഇനങ്ങളിൽ കോട്ട നേടുന്നത് രാജ്യങ്ങളാണ്, അല്ലാതെ വ്യക്തിഗത അത്ലറ്റുകളല്ല. ഇതിനർത്ഥം കോട്ട നേടിയ അത്ലറ്റിന് പകരം മറ്റൊരാളെ ഗെയിംസിലേക്ക് നയിക്കാവുന്നതാണ്. റേസ് വാക്കർമാരായ പ്രിയങ്ക ഗോസ്വാമിയും അക്ഷദ്ദീപ് സിംഗും പാരീസ് 2024-ൽ അത്ലറ്റിക്സ് ഇനങ്ങളിലേക്ക് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യക്കാരാണ്. പുരുഷന്മാരുടെ 20 കിലോമീറ്റർ റേസ് നടത്തത്തിൽ 4 ഇന്ത്യൻ അത്ലറ്റുകൾ പാരീസ് ഒളിമ്പിക്സിൽ യോഗ്യത നിലവാരം ലഭിച്ചിരുന്നില്ല. അതേസമയം ഒരാൾ ലോക റാങ്കിംഗ് റൂട്ടിൽ ഇടം നേടി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ യോഗ്യതാ നിലവാരം മറികടക്കാൻ മുരളി ശ്രീശങ്കറിന് കഴിഞ്ഞുവെങ്കിലും കാൽമുട്ടിന് പരിക്കേറ്റതിനാൽ 2024 സീസണിൽ മുരളി ശ്രീശങ്കർ പാരീസിലേക്ക് പോകില്ല. 2024-ലെ പാരീസ് ഒളിമ്പിക്സിനായി ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന് 8.5 കോടി രൂപ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് BCCI. പാരീസിലേക്ക് പോകുന്ന ഇന്ത്യൻ സംഘത്തിലുള്ള സാമ്പത്തിക സഹായം BCCI പ്രസിഡന്റ് ജയ് ഷാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേനൽക്കാല ഒളിമ്പിക് ഗെയിംസിന് ഇന്ത്യൻ സംഘം രാജ്യത്തിന് ഒളിമ്പിക് മഹത്വം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനാൽ BCCI IOAയ്ക്ക് പിന്തുണ നൽകി. 2024-ലെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ 117 അംഗ ഇന്ത്യൻ സംഘങ്ങളാണ് പാരീസിലേക്ക് പോകുന്നത്. 2024-ലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഞങ്ങളുടെ അവിശ്വസനീയമായ കായിക താരങ്ങളെ BCCI പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. പ്രചരണത്തിനായി ഞങ്ങൾ IOAയ്ക്ക് 8.5 കോടി രൂപ നൽകുന്നു. നമ്മുടെ മുഴുവൻ സംഘത്തിനും ഞങ്ങൾ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. ജയ് ഷാ എക്സിൽ എഴുതി. ഇന്ത്യൻ അത്ലറ്റുകൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാനും രാജ്യത്തിന് അഭിമാനകരമാകാനും അദ്ദേഹം ആശംസിച്ചു. 47 വനിതകളും 70 പുരുഷ കായിക താരങ്ങളും ഗെയിംസിൽ ഇന്ത്യൻ സംഘത്തിന്റെ ഭാഗമാകും. ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റുകൾ 29 അത്ലറ്റുകളുടെ ഏറ്റവും വലിയ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. അതേസമയം ഷൂട്ടർമാർ 21 അത്ലറ്റുകളായി 2ാം സ്ഥാനം നേടും. ഭാരോദ്വഹനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് 2021-ലെ ടോക്കിയോ ഗെയിംസിൽ വെള്ളി നേടിയ മീരിയാബായി ചാനു മാത്രമാണ്. ഇക്വസ്ട്രിയൻ, ജൂഡോ, റോവിംഗ് എന്നിവയിലും ഒരു കായിക താരം മാത്രമേ ഉണ്ടാകൂ. 67 പരിശീലകരും 72 മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫ് അംഗങ്ങളും പാരീസ് ഒളിമ്പിക്സിലേക്ക് സംഘത്തോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്നതിന് എല്ലാവർക്കും സാധിക്കട്ടെ. പാരീസിൽ ഇന്ത്യയുടെ യശസ് ഉയർത്താൻ എല്ലാ മത്സരാർത്ഥികൾക്കും കഴിയുക തന്നെ ചെയ്യും.